പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയിലെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 42 പുതിയ തസ്തികകളിലേക്ക് കേരള PSCയിൽ ഒക്ടോബർ 30 എന്ന് പറയുമ്പോൾ ഈ മാസം 30 വിജ്ഞാപനം വരാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തസ്തികകൾ എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ PSC അപ്ഡേറ്റ്സിന്റെ മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ചാനലിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് മുഖാന്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനലിൽ നിന്ന് കയറുക. ആ ചാനലിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന 42 തസ്തികകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ PSC അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത PSC വാർത്തയിലേക്ക് തന്നെ പോകാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ LDC ഖാദി ബോർഡ് LDCയുടെ 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് പരീക്ഷയുടെ കേസാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കേസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ആദ്യം കാണുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് വന്നതും രണ്ടാമത് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് തൊഴിൽ വാർത്തക്കകത്ത് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും പറയുന്നത് ലളിതവും സുഗമവുമായിട്ടുള്ള ചോദ്യങ്ങളാണ്, എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണെന്നാണ്. പക്ഷേ നമ്മുടെ തൊഴിൽ വീതിക്കാർ പറയുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 62 മുതൽ 68 വരെ വരുമെന്നാണ്. പക്ഷെ തൊഴിൽ വാർത്തക്കാർ പറയുന്നത് 75 മുതൽ 85 വരെ പോകുമെന്നാണ്. അപ്പോൾ ഏത് തരത്തിലോട്ട് കട്ട് ഓഫുകൾ മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ്. കാര്യം അത്രയും സിമ്പിൾ ആയിരുന്നു പരീക്ഷകൾ. അപ്പോൾ എന്തായാലും നമ്മുടെ തൊഴിൽ വീതിക്കാർ പറയുന്ന ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് 62 മുതൽ 68 വരെയുള്ള ഒരു സേഫ് ആണ്. പക്ഷെ അത് തൊഴിൽ വാർത്തക്കാർ പറയുന്നതിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ 75 മുതൽ 85 വരെയുള്ള കട്ട് ഓഫ് റേഞ്ചിലേക്കും പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളുടെ ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ ഫേസിന്റെ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒക്ടോബർ 14. രണ്ടാമത്തെ ഫേസ് പരീക്ഷ നടക്കാനായിട്ട് പോവുക നവംബർ 11. മൂന്നാമത്തെ ഫേസ് പരീക്ഷ നവംബർ 25. നാലാമത്തെ ഫേസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ 9. അപ്പോൾ 4 ഫേസുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും ഫയർ വുമന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ചാനലിൽ എടുത്തു വരുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ 991611 6922 എന്ന് പറയുന്ന നമ്പറിലേക്ക് 100 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറാണ് വേണമെന്നുണ്ടെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് ടൈപ്പ് ചെയ്യുക. ഫയർമാൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫയർമാൻ എന്ന് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇതിന്റെ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചിരുന്നാൽ മതി. സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പിനകത്തും ഉള്ളത്. ഇനിയിപ്പോൾ എക്സൈസും ഫയർമാനും വേണമെന്നുണ്ടെങ്കിൽ 200 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. പേയ്മെന്റിന്റെ നമ്പറും വാട്സപ്പ് നമ്പറും സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫൈനൽ റൗണ്ട് റിവിഷൻസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് തന്നെ നമ്മുടെ ഫയർമാന്റെ ഒരു ക്ലാസ് അല്ല, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ചാനലിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവാം. വിജ്ഞാപനം വന്നില്ല, പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിൽ താൽക്കാലിക സ്ഥാനക്കയറ്റം എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ഉടനെ വരാനായിട്ട് പോകുന്നു എന്നൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജ്ഞാപനം വരാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് തന്നെ സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിലവിലുള്ളവർക്ക് തന്നെ സ്ഥാനക്കയറ്റം കൊടുത്ത് ആ വേക്കൻസികൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം വിജ്ഞാപനം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വേക്കൻസികളുടെ എണ്ണവും അതിനനുസരിച്ച് കുറയുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ വിജ്ഞാപനം നിലവിൽ വരാത്തതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ തസ്തികയിൽ സ്ഥാനക്കയറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്ന റവന്യൂ വകുപ്പിലേക്ക് 181 LDC ഒഴിവുകൾ വന്നിട്ടുണ്ട്. സൂപ്പർ ന്യൂമറി നിയമനത്തിന് സർക്കാർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിയമനം ആവശ്യപ്പെട്ട് PSCക്ക് കത്തും അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റവന്യൂ വകുപ്പിലേക്കുള്ളതാണ് ഈ LDCയുടെ ഒഴിവുകൾ. തിരുവനന്തപുരത്ത് 18, കൊല്ലത്ത് 13, ആലപ്പുഴ 15, പത്തനംതിട്ട 2, ഇടുക്കി 2, കോട്ടയം 5, എറണാകുളം 31, തൃശ്ശൂർ 24, പാലക്കാട് 16, മലപ്പുറം 19, കോഴിക്കോട് 20, വയനാട് 4, കണ്ണൂർ 8, കാസർഗോഡ് 4, ആകെ മൊത്തത്തിൽ 181. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളത്താണ്. 31 ഒഴിവുകളാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറവ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ്. 2 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന നമ്മുടെ
റവന്യൂ വകുപ്പിലേക്കുള്ള LDCയുടെ പരീക്ഷയും ഉടനെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 390 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിയമനം വേഗത്തിലാക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ജില്ലയിലും നിലവിലുള്ള ഒഴിവുകളും മുൻപട്ടികയിൽ നിയമനവും കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, തിരുവനന്തപുരം 46, മുൻപട്ടികയിൽ നിന്ന് 177 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലത്തെ ഒഴിവുകൾ 390, കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന നിരക്ക് എന്ന് പറയുന്നത് 2135. അപ്പോൾ VFAയിൽ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ VFA നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, നമുക്കറിയാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷയിൽ നിന്ന് 11 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഏതൊക്കെ ചോദ്യങ്ങളാണെന്നുള്ള കാര്യം ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഒരുപാട് ചോദ്യങ്ങൾ സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയിൽ തെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസുകളിലൊക്കെയാണ്. അതുപോലെ തന്നെ ചോദ്യക്കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ക്വസ്റ്റ്യൻ കോഡ് A പ്രകാരം 9, 10, 12, 29, 38, 43, 58, 66, 71, 92, 100 എന്നീ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. ഇതോടുകൂടി പരീക്ഷയിൽ ആകെ മാർക്ക് 89 മാറും. ഒരു ചോദ്യത്തിന് പ്രാഥമിക ഉത്തര സൂചികയിൽ നൽകിയ ഉത്തരം തിരുത്തിയിട്ടുമുണ്ട്. തിരുത്തിയത് 60ാമത്തെ ചോദ്യമാണ് കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹകരണ ബോർഡ് പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്. ഉത്തരക്കടലാസിന്റെ കോപ്പി നൽകുന്നത് നിർത്തലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. മാറ്റം മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് ജൂനിയർ ക്ലർക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പറയുന്നു. മാറ്റം പരിഷ്കാരത്തിന്റെ ഭാഗമാണെന്ന് ബോർഡ് സെക്രട്ടറിയും പറയുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയൊക്കെ കോപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു കേസ് തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു മാർക്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുമ്പോൾ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഉത്തരക്കടലാസിന്റെ കോപ്പി നമുക്ക് കിട്ടി തന്നെ ആവണം. അതിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ കോപ്പി ചോദിക്കുന്നത്, അല്ലാതെ ഓസിനൊന്നുമല്ല ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന സാധനം കൊടുക്കുക എന്ന് പറയുന്നത് ദൈവം ചെയ്ത് അത് നിങ്ങളുടെ ഒരു കടമയാണ് അല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബോർഡിന്റെ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പരിപാടി ശുദ്ധമായിട്ട് മോശം തന്നെയാണ്. അപ്പോൾ എന്തായാലും പൈസ അടച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദയവേത് നിങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ 381 പേരാണ് 380 പേരാണ് ഈ ഒരു കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. അതുപോലെ തന്നെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നിലവിലത്തെ ലിസ്റ്റിൽ ആളില്ലാത്ത ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. നിലവിലത്തെ ഷോർട്ട് ലിസ്റ്റിന്റെ കേസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിനകത്ത് 129 പേരാണ് വന്നത്. സപ്ലിമെന്ററിയിൽ 68. ആകെ മൊത്തത്തിൽ 197 പേരാണ് എന്ത് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിനകത്ത് വന്നിട്ടുള്ളത്. അവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66 കഴിഞ്ഞ പ്രാവശ്യം അത് 445 ആയിരുന്നു. ഇപ്രാവശ്യം അത് 197 ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ പകുതിയുടെയും താഴെയാണ് അല്ലേ. കൊല്ലത്ത് 186, കഴിഞ്ഞ പ്രാവശ്യം 416. പത്തനംതിട്ട 175, കഴിഞ്ഞ പ്രാവശ്യം 379. ആലപ്പുഴ 182, കഴിഞ്ഞ പ്രാവശ്യം 393. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭയങ്കരമായിട്ട് നിയമനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 35,000 പേരെ ജോലിക്കെടുത്ത ഒരു കേരള PSCക്ക് ഇപ്രാവശ്യം അത് 15,000 പേര് എടുക്കുന്നതിലും അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ദേശാഭിമാനി പത്രത്തിനകത്ത് മാത്രം അത് 35,000, 40,000 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സകല റിപ്പോർട്ടുകളിനകത്തും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 15,000 പേര് കഷ്ടിച്ചാണ് എന്ത് ചെയ്തത് ഇപ്രാവശ്യം ഈ ഒരു വർഷത്തിനകത്ത് കേരള PSCയിൽ ജോലി കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല നിയമനം പോയിക്കൊണ്ടിരുന്നതാണ്. ഈ വർഷം എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. ഇനിയിപ്പോൾ ആളില്ലാഞ്ഞിട്ടാണോ ആളെ എടുക്കാഞ്ഞിട്ടാണോ ഇനി അല്ലാതെ പിൻഭാഗത്ത് മറ്റേ എന്താണ് ബാക്ക്ഡോർ വഴി ആൾ കയറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. അതുപോലെ തന്നെ ലൈബ്രറിയൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ 45 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സാധ്യത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നവംബറിലെ ഇന്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചറിന്റെ ഹിന്ദി സയന്റിഫിക് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 8 തസ്തികകളുടെ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. PSCയുടെ ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകളൊക്കെ ഈ ഒരു ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ അഡ്വൈസ് അപ്ഡേറ്റുള്ള കാര്യം LGS വയനാട്, CPO മലപ്പുറം, CPO തിരുവനന്തപുരം, LPST കാസർഗോഡിന്റെ കേസൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ആവശ്യമുള്ള ഒരു ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള PSCയിലെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളും. അതുപോലെ 42 തസ്തികകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിലുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിലവിലത്തെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും ഫയർവുമന്റെയും ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന എല്ലാവരും ഈ പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണ്. കാര്യം ഇപ്പോൾ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഗ്രൂപ്പിനകത്ത് ഏകദേശം 500 പേരായിട്ടുണ്ട്. ഫയർമാൻ്റെ ഏകദേശം 500 പേരായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പേര് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് ഇനി നടത്താൻ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള പരീക്ഷ ഫയർമാൻ്റെ പരീക്ഷയുടെ ഒരു മോഡൽ എക്സാം, അത് മോഡൽ എക്സാം പോലെ തന്നെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ വീഡിയോയിലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളും ഞാൻ പഠിപ്പിച്ച ചോദ്യങ്ങളും വെച്ച് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഫൈനൽ റൗണ്ട് റിവിഷൻസിന് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗമാവും. എന്തായാലും പരീക്ഷ എഴുതുന്നവർ സിവിൽ എക്സൈസ് ഓഫീസറും ഫയർമാനും എഴുതുന്നവർ 2 ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 100 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുള്ള നമ്പർ 999611692722 എന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ടും അതേ നമ്പറിൽ തന്നെ നിങ്ങൾ അയച്ചു തരിക. ഒരു ബിരിയാണി കഴിക്കുന്ന കാശ് പോലും ആവുന്നില്ല. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.